നഗരത്തിൽ തെരുവ് നായകളുടെ ശല്യം വല്ലാതെ കൂടിയിട്ടുണ്ട്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ തെരുവുനായ ശല്യമൊന്നും അല്ല. ഈ പേവിഷബാധ ഉണ്ടാകുന്നതും പേവി വിഷയമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ പലവട്ടം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നഗരത്തിലെ നായശല്യം എന്ന് പറയപ്പെടുന്നത് കാലാകാലങ്ങളായിട്ട് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചില വല്ലാത്ത മൃഗസ്നേഹികൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഇത് പറയാൻ കാരണം പറഞ്ഞില്ല, തെരുവ് നായകളെ പിടികൂടി വന്ധ്യംകരിച്ച് ഷെൽട്ടറിലടയ്ക്കാനും വാക്സിൻ നൽകുവാനും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസമാണ് ഒരു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. അത് 3 ആഴ്ചയ്ക്കകത്ത് അത് നടപടി വേണമെന്നാണ് കോടതി പറഞ്ഞിരുന്നത്. എന്നാൽ അധികൃതർ നടപടിയിലേക്കും കടന്നിട്ടില്ല. സുപ്രീം കോടതി അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് പോലും കേട്ടതും പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി പറയുന്നത് പോലും കേൾക്കാൻ കഴിയാത്തവണ്ണം നമ്മുടെ സർക്കാരുകളുടെ കാതടഞ്ഞു പോയത്. ഇവിടെ ഇക്കാര്യത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തെരുവ് നായ്ക്കൾ ഉള്ളതും ഈ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മരണം സംഭവിച്ചിട്ടുള്ള ഏറ്റവും നമ്പർ 1 സംസ്ഥാനം കേരളം തന്നെയായിരിക്കും. അതിൽ ഒരു തർക്കവുമില്ല. അത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അതായത് കേരളത്തിലെ ആളുകളുടെ മുഖ്യ ആഹാരം ചിക്കൻ ആയ നാൾ മുതൽ ഈ ചിക്കനും ഈ നായുമായിട്ട് നല്ല അനുവാദമാണ്. ചിക്കൻ്റെ എണ്ണം കൂടുന്തോറും, ചിക്കൻ ഉപയോഗിക്കുന്നതിൻ്റെ എണ്ണം കൂടുന്തോറും നായ്ക്കളുടെ എണ്ണവും കൂടും. കാരണം ഇതിൻ്റെ വേസ്റ്റാണ് പ്രധാനമായും ഇവരുടെ മുഖ്യ ആഹാരം. ഇപ്പം കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷം 24-ൽ 3.16 ലക്ഷം പേരെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചത്. 36-38 പേർ മരണപ്പെട്ടു. ഈ വർഷം ആഗസ്റ്റ് വരെയുള്ള കണക്ക് പുറത്ത് വന്നിട്ടുണ്ട്. ഏതാണ്ട് 2,70,75,000 പേര് കടിയേറ്റു. ഡിസംബർ ആകുമ്പോഴത്തേക്ക് മിക്കവാറും ഈ 3.16-നെയൊക്കെ മറികടക്കും. എത്ര മരണങ്ങൾ! പിഞ്ചു കുഞ്ഞുങ്ങൾ. അതിൽ നമ്മളെ ഏറ്റവും വേദനിപ്പിച്ചത് ഒരമ്മ അത് കരഞ്ഞുകൊണ്ട് അവരുടെ 4 വയസ്സുള്ള 6 വയസ്സുള്ള കുഞ്ഞിനെ കടിച്ച് കീറി ആ കുഞ്ഞ് മരിച്ചു. അപ്പം അവർ പറയുന്നത് അവിടെ വേസ്റ്റ് കൊണ്ടിടുമായിരുന്നു. അവരത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന്, ദയവേത് ഇവിടെ കൊണ്ടിടരുത്, എപ്പോഴാണ് ആരെയൊക്കെയാണ് ഈ പട്ടികൾ കടിക്കുന്നതെന്ന് പറഞ്ഞ് അതേ അമ്മയുടെ കുഞ്ഞിനെയാണ് പട്ടി കടിച്ചത്. ആ പിക്ചറൊക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന് മായുമോ? ചില പിക്ചറുകൾ നമുക്ക് മായില്ല. പണ്ട് വിയറ്റ്നാം യുദ്ധത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി ഉടുവസ്ത്രമില്ലാതെ ഇങ്ങനെ ഓടുന്നത് ഇപ്പോഴും നമ്മുടെ മനസ്സിലില്ലേ? എത്ര വർഷമായി? ആ കുട്ടി ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇപ്പോൾ അത് അമ്മമ്മയായി കാണും. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതേപോലെ ഇത്തരത്തിലുള്ള ചില ചിത്രങ്ങൾ നമ്മളുടെ മനസ്സിൽ തറയ്ക്കും. അത് കണ്ടിട്ടെങ്കിലും നമ്മളുടെ ഭരണാധികാരികൾക്ക് ഈ സുപ്രീം കോടതിയൊക്കെ പറയുന്നതിന് മുമ്പേ ഉത്തരവാദിത്തപ്പെട്ട നടപടികൾ എടുക്കണ്ടേ? ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ? കോർപ്പറേഷനിൽ ABC പദ്ധതി കോടിക്കണക്കിന് രൂപയാണ്, അനിമൽ ബർത്ത് കൺട്രോൾ, പിന്നെ അതിന് ഇഞ്ചക്ഷൻ. ഇത് എവിടുന്നെങ്കിലും കുറേ നായ്ക്കളെ പിടിച്ച് ഒരു വണ്ടിയിൽ കയറ്റി വേറെ വിജനമായ തൊട്ടടുത്ത വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അഴിച്ചു കൊടുക്കും. ഈയിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നാട്ടുകാരെല്ലാം കൂടെ അവിടുന്ന് ഓടിച്ചു. അപ്പോൾ എനിക്കന്നേരം ഓർമ്മ വന്നത്, ഈ പണ്ട് നമ്മുടെ രാജഭരണകാലമൊക്കെ ഉള്ളപ്പോൾ ഈ യക്ഷികളുടെ പ്രശ്നം ഉണ്ടാവും. അപ്പം ഏതെങ്കിലും മന്ത്രവാദി, യക്ഷിയെ കൊല്ലാനൊക്കില്ല, ഈ മന്ത്രവാദി ഈ യക്ഷിയെ ഒരാണിയിൽ ആവാഹിച്ച് അടുത്ത പഞ്ചായത്തിൽ കൊണ്ടുപോയി തറയ്ക്കും. അപ്പം യക്ഷി ഇവിടുന്ന് അങ്ങോട്ട് പോകും. പിന്നെ അവിടുത്തെ ഉള്ളവരെയാണ്, അവിടുന്ന് പിന്നെ വേറൊരിടത്തോട്ട് വിടുന്ന കണക്ക് ആ രീതിയിൽ ഇങ്ങനെ വിടാനുള്ളതാണോ ഈ നായ്ക്കളെ? തെരുവ് നായയുടെ ശല്യം ഒഴിവാക്കാനാണെങ്കിൽ അതിനെ പിടിച്ച് ഷെൽട്ടറിലിടണം. അല്ലാതെ ABC ചെയ്തിട്ട് വീണ്ടും അവിടെ തന്നെ വിട്ടിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എണ്ണം കൂടുന്നതിന് വേണമെങ്കിൽ ഈ അനിമൽ ബർത്ത് കൺട്രോൾ. പക്ഷേ പേ പിടിച്ച് കടിക്കുന്നതിന് ആൺപട്ടിയെന്നോ പെൺപട്ടിയെന്നോ വ്യത്യാസമുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇവിടെ ഇത്രയും ഈ തെരുവ് നായ കൂടുന്നതെന്ന് ചോദിച്ചാൽ, ഒറ്റയടിക്ക് ആളുകൾ മുഴുവൻ കൊണ്ടുപോയി ആക്ഷേപം വെക്കുന്നത് മേനകാ ഗാന്ധി എന്ന ആ കേന്ദ്രമന്ത്രിയുടെ, അവരാണല്ലോ ഇതിൻ്റെ ഒരു അംബാസഡർ, നായ് സ്നേഹികളുടെ ഒരു അംബാസഡർ. പക്ഷെ അത് മാത്രമല്ല, അതൊരു കാരണമാണെന്നേ പറയാൻ പറ്റൂ. ഇവിടെ ആൻറ്റി റാബീസ് വാക്സിൻ എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്സുണ്ട്. ബിജു പ്രഭാകർ എന്ന IAS പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ 10 കോടി രൂപയുടെ ബിസിനസ്സാണ്
അത് അദ്ദേഹം പറയുന്ന കാലത്ത് ആ 10 കോടി, ഇപ്പം അതിൻ്റെ ഇരട്ടിയായി കാണും. അതൊരു വലിയ ബിസിനസ്സാണ്. ഇപ്പം തന്നെ നമ്മൾ നോക്കൂ, കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ഈ നായയുടെ കടിയേറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന പല ഹോസ്പിറ്റലിലും ഈ ആൻറ്റി റാബീസ് വാക്സിൻ ഇല്ല. ഇനി എടുത്ത എത്രയോ കുട്ടികൾ മരണപ്പെട്ടു. അപ്പം ഈ വാക്സിനെ സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ? വാക്സിൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് യഥാർത്ഥ വാക്സിനാണ് എന്നുള്ളതിന് എന്താ ഉറപ്പ്? യഥാർത്ഥ വാക്സിൻ ആണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ മരിക്കാൻ പാടുണ്ടോ? വാക്സിൻ ഇല്ലെങ്കിൽ നമ്മൾ വാക്സിൻ എടുക്കാത്തത് കൊണ്ടാണെന്ന് പറയാം. ആ കുട്ടികളുടെ കുട്ടികളല്ല, വലിയവരായാലും ആരുടേതാണെങ്കിലും ആ മരണപ്പെടുന്നവരുടെ ബന്ധുക്കളുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വാക്സിൻ എടുത്തു, എന്നിട്ട് രക്ഷപ്പെട്ടു. ആ പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊക്കെ മരണപ്പെടുന്നത്. പിന്നെ ഇത് ആ മരണത്തോടടുക്കുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് കണ്ടോണ്ട് പോലും നിൽക്കാൻ ഒക്കുമോ? കൊണ്ടുപോയി എവിടെയെങ്കിലും തള്ളാനല്ലേ പറ്റൂ. അപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഒരു ഉത്തരവ് വലിയ പ്രതീക്ഷയാണ് നമ്മളിലൊക്കെ ഉയർത്തിയത്, എല്ലാ പേരും. പക്ഷെ അത് ആ ഉത്തരവ് വന്ന് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഇന്നലെ ഇവിടെ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ നടക്കാനായിട്ടിറങ്ങിയ 5 പേരെയാണ് ഈ നായ കടിച്ചിരിക്കുന്നത്. ഇതുപോലെ എത്രയോ നായകൾ. നമ്മൾ പറയുന്നതിന് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ മാലിന്യ സംസ്കരണം വളരെ കൃത്യമായി നടത്തേണ്ടത് ആ കോർപ്പറേഷൻ സംവിധാനങ്ങളാണ്, തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കേണ്ട പദ്ധതികളാണത്. അത് പലപ്പോഴും നടപ്പിലാകുക. നമ്മൾ പറയുമ്പോഴൊക്കെ ഹരിത കേരളം പദ്ധതി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വല്ലാത്ത ബഹളം നടക്കുന്നുണ്ട്, കോടികൾ പൊടിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷേ അതൊന്നും ഇവിടെ പ്രാവർത്തികമാകുന്നില്ല. വീടുകളിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ബയോഗ്യാസ് പ്ലാന്റുകൾ വയ്ക്കുന്നു, അല്ലെങ്കിൽ ഈ അവിടെ വന്ന് വേസ്റ്റുകൾ എടുക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രമാണ് എടുക്കുന്നത്. അത്രയേ ഉള്ളൂ. ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് അതിനെ കൊണ്ട് ആക്രിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് പണം കിട്ടും എന്നുള്ളത്, ഇല്ലെങ്കിൽ ഇത് റീസൈക്കിൾ ചെയ്യപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. ഇതൊന്നും അല്ലാതെ ഇപ്പോൾ ഈ ഫുഡ് വേസ്റ്റുകൾ ആരാണ് എടുക്കുന്നത്? താങ്കൾ പറഞ്ഞതുപോലെ ചിക്കൻ്റെ വേസ്റ്റുകൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതുള്ള സാധനങ്ങളുണ്ട്. അതായത് ഇറച്ചി വിഭാഗത്തിൽപ്പെടുന്നതിൻ്റെയൊക്കെ വേസ്റ്റുകൾ ഇങ്ങനെ എത്തുന്നുണ്ട്. ഇത് കഴിക്കാനായിട്ട് പട്ടികൾ കൂട്ടത്തിന് എത്തുന്നുണ്ട്. പക്ഷേ മാലിന്യ സംസ്കരണം വളരെ കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ അത്തരത്തിൽ പട്ടികൾ ഉണ്ടാവില്ലായിരുന്നു, തെരുവ് നായ്ക്കളത്തിൽ വരാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഇനി അത്തരത്തിൽ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? മനുഷ്യരെക്കാട്ടിലും വലുതാണോ തെരുവ് നായ്ക്കൾ? ജീവജാലങ്ങളോട് കരുണയാകാം, പക്ഷേ മനുഷ്യന് ഉപദ്രവകരവും അതിൻ്റെ ജീവന് വരെ ഭീഷണിയാകുന്ന രീതിയിൽ ഇതിൻ്റെ എണ്ണം വർദ്ധിച്ചാൽ സ്വാഭാവികമായും അതിനെ നിയന്ത്രിക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. അവരത് കൃത്യമായി ചെയ്യുന്നില്ല എന്നുള്ളത്. ഇപ്പം നമ്മൾ എന്തിനേറെ പറയുന്നു, സുപ്രീം കോടതിയുടെ ഈ വളരെ സ്വാഗതാർഹമായ ഈ വിധി വന്നപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷിൻ്റെ ഒരു പ്രസ്താവനയായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ പോലും സ്ഥലമില്ല. അപ്പോഴാണോ ഈ തെരുവ് നായ്ക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് എവിടെ താമസിപ്പിക്കുമെന്ന്? ആരോടാ ചോദിക്കുന്നത്? സുപ്രീം കോടതിയോടാണ്. എന്നാൽ ആ കക്ഷി ചേർന്ന് സുപ്രീം കോടതിയിൽ ചെന്ന് ഒരു 2 കോടി രൂപ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. ഇത് അവിടെ ബാധിക്കാൻ എന്താ? അപ്പോൾ സാധാരണ നേരത്തെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി ഇടപെടും എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ പോലും പറയുന്ന വാക്കിനോട് നീതി പുലർത്താതെ കരണം മറിയുന്ന കാണുമ്പോഴാണ് നമ്മൾക്ക് വിഷമമുണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രമന്ത്രിയുടെ, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയല്ല, മുൻ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധിയുടെ മൃഗസ്നേഹം കൊണ്ട് നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അന്ന് ന്യായീകരണം. ഇപ്പോൾ ആ മന്ത്രിക്കും മുൻ മന്ത്രിക്കും മുകളിലൂടെ സുപ്രീം കോടതി 3 ആഴ്ച കൊണ്ട് ഇത് മുഴുവൻ പിടിച്ച് ഷെൽട്ടറിലാക്കാൻ പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം, ഇതിനെയൊക്കെ എവിടെ കൊണ്ടു, ഇതിന് സ്ഥലം എവിടുന്നാണ്? അപ്പോൾ അത്തരം മറുചോദ്യങ്ങൾക്ക് വല്ല പ്രസക്തിയുണ്ടോ? സുപ്രീം കോടതി എല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമേ അന്തിമമായി ഒരു വിധി പറയുമെന്ന്. ആ വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പിലാക്കാൻ സഹകരിക്കുകയല്ലേ വേണ്ടുന്നത്. ഇനി 3 ആഴ്ച കൊണ്ടൊന്നും ചിലപ്പോൾ നടക്കില്ല, അത് സുപ്രീം കോടതിക്കും അറിയാം. അപ്പം അതിന് ഞങ്ങൾ ശ്രമം തുടങ്ങി, പക്ഷേ 3 ആഴ്ച കൊണ്ടോ പറ്റുകയില്ല, ഞങ്ങൾക്ക് വീണ്ടും ഒരു 6 മാസവും കൂടെ സമയം വേണമെന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾക്ക് അംഗീകരിക്കാം. മറിച്ച് ഞങ്ങൾ എവിടെ കൊണ്ടുപോയി ഇതിനെയൊക്കെ പാർപ്പിക്കും എന്നൊക്കെയുള്ള മറുചോദ്യം ജനങ്ങളോടുള്ള വെല്ലുവിളിയും ഭരണഘടനയോടും സുപ്രീം കോടതിയോടും നീതിന്യായ വ്യവസ്ഥയോടുമുള്ള വെല്ലുവിളിയാണ്. തീർച്ചയായിട്ടും ഇത് വന്ധ്യംകരണം നടത്തി ഇതിൻ്റെ അതായത് ഇനി അങ്ങോട്ട് കൂടുതൽ ഉൽപ്പാദനം വേണ്ട എന്നുള്ള തരത്തിലേക്ക് എത്തുക എന്നതിനുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ ക്യാമ്പയിനായി വന്നത്. പക്ഷെ അന്ന് കൊല്ലരുത്, നായ്ക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിനും ഉണ്ടായിരുന്നു. അതാണ് ഈ മൃഗസ്നേഹികളുടെ സംഭവമാണ്. ഇത് ശരിയാണ്, ജീവനുള്ളവരെയൊന്നും കൊല്ലാതിരിക്കട്ടെ. പക്ഷേ
ഈ പറഞ്ഞ പോലെ ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നായയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നായ കഴിക്കാൻ പറ്റുന്ന ചിക്കനെ വെട്ടി നമുക്ക് കൊന്ന് തന്നെ കഴിക്കാൻ പറ്റും. പക്ഷേ ഇതുപോലെ വരുന്ന കാട്ടുപന്നി വരുമ്പോൾ കാട്ടുപന്നിയെ കൊല്ലാൻ പാടില്ല എന്ന് പറയപ്പെടുന്ന സമീപനം സ്വീകരിക്കുന്നവരുണ്ട്. ഇതൊക്കെ ജനങ്ങൾക്ക് ദോഷകരമാകുന്നതാണ്, അല്ലെങ്കിൽ ജനങ്ങളെ കൊല്ലുന്നതാണ്. അപ്പോൾ ഈ കടുവയെ പിടിക്കാൻ പാടില്ല, പുലിയെ പിടിക്കാൻ പാടില്ല, സിംഹത്തിനെ പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന തരത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നാട് കാടാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും. ആ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുകയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് നായ്ക്കളെ വന്ധ്യംകരണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ഉള്ള നായ്ക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവ അങ്ങ് സ്വമേധയാ അവരുടെ കാലത്തിനനുസരിച്ച് ഇല്ലാതാകും എന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറയേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ഇപ്പോഴത്തെ അവസ്ഥ അതല്ലല്ലോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റാബീസുമായിട്ട് ബന്ധം, റാബീസ് എന്ന് പറയപ്പെടുന്ന ആ ആൻറ്റി റാബീസ് എന്ന് പറയപ്പെടുന്ന സംഭവം ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ മാഫിയാണ്. ആ മാഫിയെ സഹായിക്കുന്ന തരത്തിലേക്ക് ഈ ഇതിനെ കൂടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം നായ്ക്കൾ കടിക്കട്ടെ, ആൾക്കാർക്ക് പേവിഷബാധ ഉണ്ടാകട്ടെ, അവർ മരിക്കുകയോ മരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ നമ്മുടെ മരുന്ന് എന്ന് പറയപ്പെടുന്ന ചിലവാകണം. ആ മരുന്നുണ്ടാക്കുന്ന കമ്പനികളും രക്ഷപ്പെടണം. കോടികളാണ് ഈ ആൻറ്റി റാബീസിന് വേണ്ടി ചെലവഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ അനാസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിലെ അനാസ്ഥ കാണാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്കും ഗതികേടാണ്. ഇപ്പം തന്നെ നമുക്കറിയാം, ഗർഭിണിയായി വരുന്ന യുവതി പെട്ടെന്ന് പ്രസവം കഴിയുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നു. മസ്തിഷ്ക ജ്വരം വന്നിട്ട് രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. അവയവമാറ്റത്തിന് വരുന്ന ആളുടെ വലത് കൈക്കാണ് പ്രശ്നമെങ്കിൽ ഇടത് കൈ മുറിച്ച് മാറ്റുന്നത്. ഇങ്ങനെയുള്ള ഒരു തരത്തിലും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള, ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത തരത്തിലുള്ള ഒരു ആൾക്കാരുടെ ഒരു വിഭാഗമായിട്ട് ആരോഗ്യ മേഖല മാറുന്നു. അതിനകത്ത് ഒന്നും അറിയാത്ത ഒരു ആരോഗ്യമന്ത്രി. ഇങ്ങനെയാണ് ഒരു കേരളത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ, ഒരു രാജ്യത്തേക്ക് കൊണ്ടുപോകേണ്ടത്. ഇവിടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് നമ്മൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ചികിത്സ ആദ്യം വേണ്ടുന്നത് സർക്കാരിന്. അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വരുന്നത്. കാരണം നമ്മുടെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ, അവിടെയാണ് ശരിക്കുമുള്ള വെന്റിലേറ്റർ. ആ ഭരണമാണ് വെന്റിലേറ്റർ. തിരുവനന്തപുരത്ത് പിന്നെ എത്രയോ മെഡിക്കൽ കോളേജിൽ 11 വെന്റിലേറ്ററുകൾ പ്രവർത്തനക്ഷമമല്ല. അപ്പോൾ ഇന്നലെ ഒരു വാർത്ത നമ്മൾ കണ്ടത്, കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വന്ന ഒരാളിനെ വെറുതെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ്. അപ്പം ആരും ചികിത്സിക്കുകയല്ല, റെഫർ ചെയ്ത് തട്ടി വിടുകയാണ്. അങ്ങനെ തട്ടി വിട്ട് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ജില്ലാ ആശുപത്രി വിടും, ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ വിടും. മെഡിക്കൽ കോളേജിൽ ഒരു സൗകര്യവും ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ മോർച്ചറിയിലേക്ക് റെഫർ ചെയ്യാതെ ആളങ്ങ് പോകും. ഇത് കുത്തഴിഞ്ഞ ഒരു സംവിധാനമാണ്. അങ്ങനെയുള്ള ആരോഗ്യ മേഖല കുത്തഴിഞ്ഞ് കിടക്കുന്നിടത്ത് ഈ തെരുവ് നായ്ക്കളും പേപ്പട്ടി ശല്യവും ഒക്കെ കൂടി വരുമ്പോൾ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്കിത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ നായ്ക്കളെ മാത്രമല്ല, ഈ റോഡുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെയും അതും പ്രശ്നമാണ്. വാഹനാപകടങ്ങൾ എത്രയോ ഉണ്ടാകുന്നു. ഈ പട്ടി കടിക്കുന്ന മാത്രമല്ല, എനിക്ക് എൻ്റെ ഓഫീസിൽ പലപ്പോഴും പലരും കൈ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വരുന്നത് കണ്ട് എങ്ങനെ പറ്റിയെന്ന് ചോദിക്കുമ്പം പറയുന്നത്, നാഷണൽ ഹൈവേ കൂടെ വരുമ്പോൾ പട്ടിയെടുത്ത് കുറുക്കേ ചാടി. ഒരേ വ്യക്തിയെ 2-3 പ്രാവശ്യം ഒരേപോലെ ഒരേ സ്ഥലത്ത് വെച്ചുണ്ടായി. കാരണം ആ പ്രദേശത്ത് ആ പട്ടികളുടെ ശല്യം വളരെ വലുതാണ്. അപ്പോൾ അവിടെ അനിമൽ ബർത്ത് കൺട്രോൾ കൊണ്ട് അവിടെ എന്താ പ്രയോജനം? അപ്പോൾ ഇത് മറിഞ്ഞു വീണ് കയ്യേ ഒടിഞ്ഞുള്ളൂ. വേറൊരു വണ്ടിയുടെ കീഴിലോട്ടാണ് ചെന്ന് കയറുന്നെങ്കിൽ ആ ആൾ മരണപ്പെടുകയല്ലേ. ഇതൊരു സാമൂഹ്യ വിപത്ത് തന്നെയാണ്. ഇനി കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നല്ലോ, പ്രപഞ്ചം സൃഷ്ടിച്ച അങ്ങനെ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തായാലും മനുഷ്യനതീതമായി ഇതിൻ്റെയൊക്കെ ഒരു പ്രപഞ്ച സൃഷ്ടാവുണ്ട്, ഏത് പേരിട്ടാലും. ആ പ്രപഞ്ചം പോലും ഭക്ഷ്യ ശൃംഖല, ഫുഡ് ചെയിൻ, ചെറിയ മൃഗങ്ങളെ വലിയ മൃഗങ്ങൾ, അതിനേക്കാൾ വലിയ മൃഗങ്ങൾ അനുവദനീയമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പട്ടിയെ കൊല്ലാൻ പാടില്ല, പക്ഷേ പട്ടി പെറ്റ് വരുന്നതിനുള്ള ചിക്കൻ എത്ര വേണമെങ്കിലും, ഏറ്റവും കൂടുതൽ ചിക്കൻ ഒരു ദിവസം കട്ട് ചെയ്യുന്നവന് വേണമെങ്കിൽ അവാർഡ് വരെ കൊടുക്കും. രണ്ടും ഒരേപോലെ ജീവനല്ലേ. അപ്പോൾ ആ രീതിയിൽ അതുപോലെ തന്നെ നമ്മൾക്ക് പിന്നെ ഈ വാഹനാപകടങ്ങൾ, ഈ കന്നുകാലികളെയും ഉണ്ട്. അത് പിന്നെ നമ്മുടെ നാട്ടിൽ താരതമ്യേന കുറവാണെന്നേ ഉള്ളൂ, വടക്കേ ഇന്ത്യയിൽ രൂക്ഷമാണ്. അതെ, ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വേറൊന്നുമല്ല, ഈ മന്ത്രിമാർക്ക് ആർക്കെങ്കിലും ഒന്ന് ഈ പേപ്പടി കടിയേക്കണം, അല്ലെങ്കിൽ പട്ടി കടിക്കണമെന്ന് ഞാൻ പറയുന്നതല്ല. പക്ഷെ ഞാൻ പറയുന്നത് അറിയുമ്പോഴേ
അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ വേദന എന്താണ്, എത്രത്തോളം ദുഷ്കരമാണ് ഈ ഇതെന്ന്. കാരണം ഇവരാരും ഇതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. കാരണം ഇവരെ ഇത് അനുഭവിക്കട്ടെ എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. കാരണം ഇവർക്കിത് മനസ്സിലാകണം, ഇത് എന്തുകൊണ്ടാണിത്, ഇവിടുത്തെ ജനങ്ങൾ, പൊതുജനങ്ങൾ എങ്ങനെയാണിത് സഹിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇവർക്ക് കഴിയണ്ടേ? അല്ലെങ്കിൽ ഇത് ഇനിയും നാൾക്ക് നാൾ ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. അത് ആർക്കെങ്കിലുമൊക്കെ, കാരണം ഈ കാറിൽ സഞ്ചരിക്കുന്ന ശീതീകരിച്ച മുറികളിലിരിക്കുന്നവർക്ക് ആർക്കും ഇത് കിട്ടില്ലല്ലോ. കാരണം മന്ത്രി പദവിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കമ്മ്യൂണിസ്റ്റുകാരനും സോഷ്യലിസ്റ്റുകാരനൊന്നും ഇല്ല. അവർക്ക് സുഖകരമായിട്ട് ജീവിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ, പട്ടികടിയേക്കുന്നവൻ്റെ ഒന്നും വേദന മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വാചകം പറഞ്ഞത്. അത് പറഞ്ഞു പോകും. അതൊരു ശ്രീകുമാർ പറഞ്ഞത് ഒരു ശരാശരി മലയാളിയുടെ ആത്മരോഷമാണ് അല്ലേ, അല്ലാതെ മറ്റൊന്നുമല്ല. ആരോടും നമുക്ക് ഈ പട്ടിയോട്, വീട്ടിൽ വളർത്തുന്ന പട്ടിയോടോ തെരുവ് പട്ടിയോടോ വല്ല വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. നമുക്ക് വല്ല കുടുംബ പകയുണ്ടോ? ഒന്നുമില്ല. പല പട്ടികളെയും കണ്ടാൽ നമുക്ക് നല്ല കാണാൻ കൊള്ളാവുന്ന പട്ടികളും കൂടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം തന്നെ. പക്ഷേ ഈ വിപത്ത്, മ്യൂസിയത്തിൽ രാവിലെ കൂടുതൽ നാൾ ജീവിച്ചിരിക്കാൻ വേണ്ടി പ്രഭാത സവാരിക്ക് പോകുന്ന ആള് പിന്നെ ഒരു പക്ഷേ പിന്നെ ചിലപ്പോൾ നടക്കേണ്ടിയേ വരാത്ത ഒരു രീതിയിലേക്കൊക്കെ, അത് എത്ര ഒരു പട്ടിയല്ല, എത്ര പട്ടികൾ, കടിക്കുന്ന പട്ടികൾ പേടിച്ചതും കൂടെ ആണെങ്കിൽ പിന്നെ ജീവിതമില്ല. അല്ല, ഇവിടെ അത് സംഭവിച്ചു. ഈ പട്ടി ചത്ത നിലയിൽ കണ്ടുവന്ന് ആരും തല്ലിക്കൊന്നല്ല. അതാണ് പറഞ്ഞത്, ഈ കടിച്ച നായ്ക്ക് പേവിഷബാധ ഉണ്ടായിരുന്നു. അപ്പൊ ആ ആളിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നമുക്ക്. അതായത് എന്നെ ഒരു പട്ടി കടിച്ചു, പോട്ടേന്ന് വെക്കാം. പക്ഷെ പട്ടി ചത്ത കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആൾ പേടിച്ചു മരിക്കുന്ന അവസ്ഥ വരെ വരും. എത്ര ദൗർഭാഗ്യകരവും ഭീകരവുമാണ്. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ആരാധനാലയങ്ങൾ, ആശുപത്രികൾ, പൊതുസ്ഥലങ്ങൾ, സ്കൂളുകൾ, ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിലെല്ലാം കോമ്പൗണ്ട് വാൾ കെട്ടിയും ഉള്ള നായ്ക്കളെ മുഴുവൻ ഷെൽട്ടറുകളിൽ ശാശ്വതമായി താമസിക്കുകയും ചെയ്യണം. മൃഗസ്നേഹികൾക്കൊരു കാര്യം ചെയ്യാം. സർക്കാരിൻ്റെ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെ നായ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഒരു ഫണ്ട് ഉണ്ടാക്കിയാൽ വേണമെങ്കിൽ ഇതിനെയൊക്കെ അവിടെ ചാവാതെ 100 വയസ്സ് വരെ വേണമെങ്കിലും ജീവിച്ചോട്ടെ, നമ്മൾക്ക് സന്തോഷമാണ്. അങ്ങനെ ഒരു തീരുമാനം കൂടി കേരള സർക്കാർ എടുക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.